Hello everyone, welcome to another episode of സിമ്പിൾ ഇംഗ്ലീഷ് ടോക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് യൂസേജ് ഓഫ് എ എൻ ആണ്. എയും എനും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൽ യൂസ് ചെയ്യണമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിൽ എയും എനും ആർട്ടിക്കിൾസിൻ്റെ കീഴിലാണ് വരുന്നത്. ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എ, ആൻ, ദ. ഇത് മൂന്നാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇവ നൗൺസിന് മുമ്പിലാണ് വരുന്നത്. ഈ നൗൺസിന് തന്നെ കൗണ്ടബിൾ നൗൺസ് എന്നും അൺകൗണ്ടബിൾ നൗൺസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൗണ്ടബിൾ നൗൺസിൽ ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ ആ ഒരെണ്ണത്തെ സൂചിപ്പിക്കാനാണ് എയും ആനും ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള നൗൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു പേന, ഒരു കുട, അതുപോലെയുള്ള നമ്മൾ ഓരോ സാധനങ്ങൾ ഇത്ര ഇത്ര എന്ന് പറയുന്നത് അതാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ ഈ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാട്ടർ, ഇപ്പോൾ ഒരു ടാപ്പ് കൂടെ വാട്ടർ നമ്മൾ തിരിക്കുമ്പോൾ വാട്ടർ ഒഴുകുന്നുണ്ട്, പക്ഷേ ഇത് എത്രയെന്ന് നമ്മൾ പറയണില്ലല്ലോ. സോ അതൊക്കെയാണ് എന്ത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നത് 26 അക്ഷരങ്ങളുണ്ട് അല്ലേ? ഈ ആൽഫബറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം, വോവൽസും അതേപോലെ കൺസണൻസും. വോവൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മൾ കുഞ്ഞിലേ കേട്ട് പരിചയമുള്ള വേർഡ്സ് ആണല്ലേ ഏതൊക്കെ? എ, ഇ, ഐ, ഒ, യു. ഇതൊക്കെയാണ് വോവൽസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാതും എന്താണ്? കൺസണൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 21 കൺസണൻസും 5 വോവൽസും ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ളത്. പിന്നെ ഈ വോവൽ സൗണ്ട് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുമ്പിലാണ് ആൻ ഉപയോഗിക്കുക. അതായത് ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്. പിന്നെ ഇത് എങ്ങനെ വരുന്നത്? നമ്മൾ സൗണ്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ വവൽസിൻ്റെ സൗണ്ടിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആപ്പിൾ, എ എന്നുള്ള സൗണ്ടിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കോമൺ മിസ്റ്റേക്ക് വരുന്നത് എന്താണ്? എം എൽ എ. ഈ എം എൽ എ എന്ന് പറയുന്നത് വരുമ്പോൾ ഏതാ കൊടുക്കുക? എ ആണോ അതോ ആണോ കൊടുക്കുക എന്ന് ഡൗട്ട് ഉണ്ടാവും. എങ്ങനെയാണ്? അപ്പോൾ എം എന്ന് പറയുന്നത് എന്താ? എം, എ സൗണ്ടാണ്. അപ്പോൾ ആ സൗണ്ടിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതൊക്കെ കോമൺ മിസ്റ്റേക്കാണ്. ചിലർ നമ്മളിപ്പോൾ അത് കൺസണൻ്റ് ആയിട്ടുള്ള വേർഡാണ് അല്ലെങ്കിൽ ഈ വവൽസിൽ ഇല്ലാത്ത വേർഡ് ആയതുകൊണ്ട് അവിടെ എ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ എ എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എം, എ സൗണ്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഏനാണ്. പിന്നെ യൂസേജ് ഓഫ് എ നമ്മൾ കൺസണൻറ്റ് സൗണ്ട്സ് കൊണ്ട് തുടങ്ങുന്ന വേർഡ്സിന് മുമ്പിലാണ് എ ഉപയോഗിക്കുക. അതായത് കൺസണൻറ്റ് സൗണ്ട്സ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. അതല്ലാത്ത ബാക്കി എല്ലാ വേർഡ്സും എന്താണ്? കൺസണൻറ്റ് സൗണ്ട്സ് ആണ്. അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ റൂം, ടേബിൾ, ഇതൊക്കെ എന്താണ്? ഈ കൺസണൻറ്റ് സൗണ്ട്സിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഇതിൽ ഈ യൂറോപ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. യു ഇ ആണല്ലേ? ഇ യു. അവിടെ എങ്ങനെ എ വന്നത്? കാരണം അവിടെ സൗണ്ട് ഏതാണ്? യൂറോപ്യൻ, യു സൗണ്ടാണ് അല്ലേ? അപ്പോൾ അവിടെ എ ആണ് വരിക കേട്ടോ. പിന്നെ അതേപോലെ യൂണിവേഴ്സിറ്റി, യു ആണ്, പക്ഷേങ്കിൽ സൗണ്ട് യൂണിവേഴ്സിറ്റി, യു സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതാ വരുന്നത്? എ ആണ്. So that's it for today, and see you all in the next video. So if you like the video, please do like, share and subscribe. Don't forget to press the bell icon.